ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കാം. അതിലാദ്യത്തേത് പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തസമുദ്രം. വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രം. വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇപ്പോൾ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. അതിൻ്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11034 മീറ്ററുമാണ്. അപ്പോൾ ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്ററും, എന്നാൽ ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 11034 മീറ്ററുമാണ്. ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. പസഫിക് സമുദ്രത്തിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. അപ്പം ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗവും വ്യാപിച്ചു കിടക്കുന്നത് ഏതാണ്? പസഫിക് സമുദ്രമാണ്. കൂടാതെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് പസഫിക് സമുദ്രത്തിലൂടെയാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നതും ധാതു സമ്പന്നവുമായ സമുദ്രം. അപ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ത്രികോണമാണ്. അപ്പോൾ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നതും അതേസമയം ധാതു സമ്പന്നവുമായ സമുദ്രവുമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രവും പസഫിക് സമുദ്രമാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രവും പസഫിക് സമുദ്രമാണ്. ഫെർഡിനാൻഡ് മഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ പസഫിക് സമുദ്രം എന്ന് പേര് നൽകിയത് ഫെർഡിനാൻഡ് മഗല്ലൻ ആണെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1/3 ഭാഗത്തോളം വരും. നമ്മളിവിടെ പറഞ്ഞു, ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗവും വ്യാപിച്ചു കിടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭൂമിയുടെ 1/3 ഭാഗത്തോളം ഇത് കവർ ചെയ്യും. ഇനി ഇതിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യയും ഓസ്ട്രേലിയയുമാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് അന്റാർട്ടിക്ക, ഇനി കിഴക്ക് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, പടിഞ്ഞാറ് ഏഷ്യയും ഓസ്ട്രേലിയയും. ഇതാണ് പസഫിക് സമുദ്രത്തിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത്. ഇനി പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പസഫിക് സമുദ്രത്തിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പനാമ കനാലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമോ മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രവും ഏതാണ്? പസഫിക് സമുദ്രമാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ്, എന്താണ്? താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഇനി ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ മേഖല ഈ സമുദ്രത്തിലാണ്. എന്താണ്? ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ മേഖല ഈ സമുദ്രത്തിലാണ്. എൽ നിനോ, ലാ നിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രം പസഫിക് സമുദ്രമാണ്. എന്താണ്? എൽ നിനോ, ലാ നിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രവും ഏതാണ്? പസഫിക് സമുദ്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11034 മീറ്ററുമാണ്. ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. പസഫിക് സമുദ്രത്തിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നത് ധാതുസമ്പന്നവുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം.
ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രവും ഏതാണ്? പസഫിക് സമുദ്രമാണ്. ഫെർഡിനാൻഡ് മെഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു. ലോകത്തിലെ ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1/3 വരും. ഇനി ഇതിൻ്റെ അതിരുകളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്ക, കിഴക്ക് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, പടിഞ്ഞാറ് ഏഷ്യയും ഓസ്ട്രേലിയയും. ഇനി പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്, താമു മാസിഫ്. ലോകത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും ഉണ്ടാവുന്ന റിംഗ് ഓഫ് ഫയർ മേഖല ഈ സമുദ്രത്തിലാണ്. ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ അതെവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. എൽ നിനോ, ലാനിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രവും പസഫിക് സമുദ്രമാണ്. എന്താണ്? എൽ നിനോ, ലാനിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രവും പസഫിക് സമുദ്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.